ഇന്നലെ രാത്രിത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഗബ്രി കടന്നു പോണ്. ഗബ്രിക്ക് ജാസ്മിനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമം അതിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പറയാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഗബ്രിയും ജാങ്കോവും ഞാൻ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിൽ ജാസ്മിനോടുള്ള ഇഷ്ടം പലതവണ പറയാതെ പറയുന്നുണ്ട് ഗബ്രി. ഒരു അവസരത്തിൽ പറയുന്നുണ്ട്, എനിക്ക് എത്രത്തോളം നിന്നെ ഇഷ്ടമാണെന്നുള്ളത് നിനക്ക് അറിയില്ല എന്ന്. ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിൽ ഇരുന്ന് കൊടുക്കേണ്ട ജാസ്മിൻ ഒന്നും പറയാൻ വയ്യല്ലോ. കളിക്കായി തുടങ്ങിയത് ഗബ്രിക്ക് കാര്യമായി തുടങ്ങിയിട്ടുണ്ട്. ജാസ്മിൻ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഗബ്രി പറയുന്നുണ്ട്, എൻ്റെ പാസ്റ്റ് 2 റിലേഷൻഷിപ്സ് എങ്ങനെ പോയെന്ന് നിനക്ക് അറിയില്ല, ഞാൻ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയതാണെന്ന്. അതും കൂടെ കേട്ടപ്പോഴത്തേക്കും ജാസ്മിൻ ശരിക്കും പെട്ട അവസ്ഥയാണ്. അതായത് ജാസ്മിന് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥ. പക്ഷെ ഗബ്രിയെ ഹാൻഡിൽ ചെയ്യുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ജാസ്മിനെ നല്ലോണം ഇമോഷണലി ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഗബ്രി. അത് ജാസ്മിന്റെ ഗെയിമിനെ നല്ലോണം താഴ്ത്തുന്നുണ്ട്. ജാസ്മിൻ അത് മനസ്സിലായാലും ഗബ്രിയെ വിട്ട് കളിക്കാൻ ജാസ്മിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഗബ്രി കാണിച്ചു കൂട്ടിയത് മുഴുവൻ ജാസ്മിൻ ഒറ്റയ്ക്ക് പവർ ഹൗസിലേക്ക് പോവാമെന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അർജുൻ്റെ കൂടെയുള്ള ആ കോംബോ കണ്ടിട്ടുള്ള പൊസസീവ്നെസ് ആവും. രണ്ടായാലും വളരെ ജെന്യൂൻ ആയിട്ടാണ് ഇന്നലത്തെ ഇമോഷൻസ് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അല്ലാതെ അഭിനയമാണെങ്കിൽ പൃഥ്വിരാജിനെ അല്ല ഓസ്കറിന് വിടേണ്ടത്, നമ്മുടെ ഗബ്രിയെ തന്നെയാണ്. ഗബ്രി ഇല്ലെങ്കിലും ജാസ്മിൻ ഓക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ജാസ്മിനോടുള്ള ബോണ്ട് ഗബ്രിക്ക് കൂടി വരുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ഗബ്രിക്ക് പറ്റുന്ന ഇന്നലത്തെ രാത്രിത്തെ പെർഫോമൻസ് കണ്ടിട്ട് തോന്നുന്നില്ല. ജാസ്മിൻ ഇല്ലാതെ ഗബ്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.